എല്ലാ പാരൻസും ഒരിക്കലും ബ്ലെസ്സിങ്സ് അല്ല. ചില പാരൻസ് പുറമെ ഒരാൾ കൊടുക്കുന്നതിനേക്കാളും ആഴത്തിലുള്ള മുറിവുകളാണ് പലപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു പേടിയാണ്, അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണെന്നാണ്. എന്നാൽ പലപ്പോഴും അച്ഛന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ കണ്ടന്ന് മുതൽ എൻ്റെ ദേഷ്യം തുടങ്ങി, നീയാണ് എല്ലാത്തിനും കാരണമെന്നുള്ളത്. ചില അമ്മമാർ പറയും, അവനെ കണ്ടുപഠിക്കി, അവളെ കണ്ടുപഠിക്കി, അല്ലെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെ ചോദിക്കുന്ന അമ്മമാരുണ്ട്. പലപ്പോഴും ഈ പാരൻസ് ആയിരിക്കും ഈ കുട്ടിയെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക. ആരോട് സംസാരിക്കണം, എന്ത് വസ്ത്രം ഇടണം, എന്ത് പഠിക്കണം, എന്തിന് സ്വപ്നം കാണുന്നത് പോലും അവരാഗ്രഹിക്കുന്ന രീതിയിലാവണം എന്നായിരിക്കും ചിലപ്പോൾ പാരൻസ് ചെയ്തിട്ടുണ്ടാവുക. നല്ല അനുസരണയുള്ള, അടക്കമുള്ള, സമാധാനപരമായ ഒരു കുട്ടീനെ വാർത്തെടുക്കാൻ ഉദ്ദേശിച്ച് പലപ്പോഴും അവരെ ഒരു ഗിൽറ്റി ഫീലിലേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ വളർന്നു കഴിയുന്ന സമയത്ത് അവർക്ക് സ്വയം സ്നേഹിക്കാൻ പോലും സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അതിന് പ്രധാന കാരണം അവർ സ്നേഹിക്കപ്പെടേണ്ട സമയത്ത് സ്നേഹിക്കപ്പെടേണ്ടവരാൽ സ്നേഹിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ചില ആളുകളുണ്ട്, അവർക്കൊരു കോൾ വന്നാൽ എടുത്ത് സംസാരിക്കാൻ മടിച്ചിട്ട് ആ കോൾ കട്ട് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന പേടിയോട് കൂടിയിട്ടാണ്, അല്ലാതെ സ്നേഹത്തോടു കൂടിയല്ല. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോക്സിക് പാരന്റിംഗിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കലാപമല്ല, മറിച്ചൊരു അതിജീവനമാണ്. സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്.